Hey, hello, welcome back to my YouTube channel, Malli YouTuber. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ആയ യൂട്യൂബേഴ്സിന് ഏറ്റവും പ്രയോജനം തരുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വീഡിയോയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അതിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സിൽ ഇപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് വാങ്ങണമെങ്കിൽ, അതായത് ഇപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് പാനായിട്ട് റോഡിൻ്റെ മൈക്കൊക്കെ വാങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ചിലവാക്കേണ്ടി വരും. പക്ഷെ ഒരു അത്യാവശ്യം കുറഞ്ഞ ചിലവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള രണ്ട് മൈക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ബൈക്കാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് ബോയ എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ട് തരത്തിലുള്ള മൈക്കാണ്. ഒരെണ്ണം വ്ളോഗിങ് സെറ്റപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കും, അതുപോലെ തന്നെ നമ്മുടെ കോളറിൽ ഫിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൈക്കുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുന്നത് ബോയ BY-MM എന്ന് പറഞ്ഞ ഒരു വ്ളോഗിങ് സെറ്റപ്പിലുള്ള മൈക്കാണ്. ഈ ഒരു മൈക്ക് നമുക്ക് വ്ളോഗിങ് സെറ്റപ്പിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്ന മൈക്കും കാര്യങ്ങളൊക്കെയാണ് മൈക്ക്. ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്മാർട്ട് ഫോണായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ടാബ്ലറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ലാപ്ടോപ്പായിട്ടും ക്യാമറയായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറയിലും ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു മൈക്ക്. ആൻഡ് ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത് കുറച്ച് നാൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബോക്സൊക്കെ പൊട്ടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൈക്കില്ല, മൈക്ക് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പം അത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 35, 18 kHz അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് 3.5 mm ഒരു പ്ലഗും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ TRRS കണക്ടറും ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 86 grams ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂസർ മാനുവൽ കിടക്കേണ്ടത്. യൂസർ മാനുവലിനകത്ത് കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഞാൻ മൈക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറേ പാർട്സുകളായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ കാണുന്ന സംഭവമാണ് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. ഈ ഒരു മൈക്ക് കണ്ടോ, ഇത്രയും സംഭവം സെപ്പറേറ്റ് ആയിട്ട് ഇതാണ് എൻ്റെ മൈക്കിൻ്റെ യൂണിറ്റ്. ഇതാണ് നമ്മുടെ കണക്ട് ചെയ്യാനുള്ള സംഭവം. 3.5 mm കണക്ടറാണിത്. ഈ സംഭവം നമ്മളിവിടേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയൊരു സാധനമാണ് ഈ ഒരു സാധനം. ഈ ഒരു സാധനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൈക്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമുക്കിവിടെ ട്രൈപോഡുമൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവമാണ്. ആൻഡ് പിന്നെ നമുക്ക് ഒരു കിട്ടിയ സാധനമാണ് ഈ ഒരു സാധനം. ഇതിൻ്റെ പേരെന്താ, വിൻഷീൽഡോ. ഇതെന്തോ നമ്മുടെ ഈ കാറ്റടിക്കുന്ന സൗണ്ടൊക്കെ ഇല്ലേ, അത് നമ്മുടെ ഓഡിയോനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെയോ ട്രൈപോഡിൻ്റെയോ മേളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മളിങ്ങനെ ഇരുന്നോളൂ. നമ്മളെ കുത്തിക്കൊണ്ട് നടക്കുന്ന വലിയ നീട്ടുള്ള വയറിനൊന്നും കാര്യമില്ല, അത്രയും ചെറിയ വയറുള്ളൂ. കറക്റ്റായിട്ട് 3.5 mm കൊണ്ട്. അതുപോലെ തന്നെ പിന്നെ കിട്ടിയ സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഐഫോണൊക്കെ കണക്ട് ചെയ്യാനുള്ള സംഭവം തോന്നുന്നു. അപ്പം അതിനുള്ള വയറിങ് കൂടെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു കവറും, ഇത് കൊണ്ടുനടക്കാനുള്ള ഒരു കവറും ഇതിൻ്റെ കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ഫോണിൻ്റെ ഈ 3.5 mm കണക്ട് ചെയ്യുന്ന സംഭവത്തിന് ചെറിയ കംപ്ലയിൻറ്റ്, അതാണ് ഞാൻ മൈക്കിൻ്റെ ക്വാളിറ്റി കാണിക്കാത്തത്. നല്ല രീതിയിൽ ക്വാളിറ്റി തരുന്നൊരു മൈക്ക് തന്നെയാണിത്. ഇനി ഈ മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതിൻ്റെ തുമ്പത്തായിട്ട് നിങ്ങൾ ഈ ഒരു തിരിക്കുന്ന പിരി പോലത്തെ സംഭവമില്ലേ, ഇത് ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ അകത്തുനിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിത് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു തിരിക്കുന്ന സാധനമുണ്ട്. ഇതിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നോളും. ഇനി നമുക്കിത് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് കുത്താം. നമുക്ക് നല്ല രീതിയിൽ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ മാത്രമേ നമ്മുടെ ഓഡിയോ പോകുള്ളൂ. സൈഡിൽ നിന്നുള്ള ഓഡിയോ ഒന്നും ഇതിൽ കിട്ടില്ല. അപ്പം കിട്ടില്ല എന്നല്ല, അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കാറ്റിൻ്റെ സൗണ്ടൊന്നുമില്ല ഈ സാധനം ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്തി നമുക്ക് സുഖമായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ കാറ്റഗറിയിലുള്ള വ്ളോഗിങ് സെറ്റപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കിട്ടുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ബോയയുടെ ഏതായിരുന്നു BY-MM1 എന്ന് പറഞ്ഞ മോഡലിലുള്ള മൈക്കാണ്. ഇനി നമുക്ക് കോളറിൽ കണക്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ് ഈ ബോയയുടെ തന്നെ ലാവലിയർ മൈക്കാണ് ഈ സാധനം.
ഈ സാധനവും നമുക്ക് നല്ല അടിപൊളി കിടിലൻ ക്വാളിറ്റി തരുന്ന ഒരു മൈക്കാണ്. ഇതിന് ഈ മൈക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ക്യാമറ, ഒന്ന് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ക്യാമറയിൽ അതിൻ്റെ ബാറ്ററിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ടാവും, കണ്ടോ, ഈ ഒരു ബാറ്ററി. അപ്പോൾ ഈ ഒരു ബാറ്ററി വഴിയാണ് ക്യാമറയിൽ വർക്ക് ചെയ്യേണ്ടത്. സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യാണ്ട് ബാറ്ററിയുടെ കാര്യം ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണമാണ് ഇത്രയും നീട്ടമുള്ള വയേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം വെച്ച് നമുക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിവിടെ കോളറിൽ കണക്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് സ്മാർട്ട് ഫോണിലേക്കോ ക്യാമറയിലേക്കോ എവിടെ വേണമെങ്കിലും കണക്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനും അതേപോലത്തെ ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, അത് കാറ്റടിക്കാതിരിക്കാനാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റി തരുന്ന ഒരു മൈക്ക് തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബോയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാവലിയർ മൈക്ക്. അപ്പോൾ നല്ല കിടിലൻ മൈക്കാണ്. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ബിഗിനേഴ്സ് ആയ യൂട്യൂബേഴ്സിന് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. കാരണം ഓഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. വീഡിയോ കുറച്ച് ലോ ആയാലും ഓഡിയോ അതിൻ്റെ അത് നല്ല ഓഡിയോ ഉണ്ടെങ്കിൽ ആൾക്കാർ വീഡിയോ കണ്ടിരിക്കും. അപ്പം അതിന് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തരുന്ന മൈക്കും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന മൈക്കൊന്നും ഇല്ല. അതാണ് ഇതിന് ഇത്രയും ഓഡിയോ കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ക്ലോസ് ചെയ്ത റൂമിൻ്റെ അകത്തിരുന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മൈക്കിൻ്റെ ആവശ്യകത ഉറപ്പായിട്ടും ഉള്ളതാണ്. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നോയ്സും കാര്യങ്ങളൊക്കെ വന്ന് ഓഡിയോ ഡിസ്റ്റർബ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ മൈക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഐക്കൺ തന്നെ. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ചാനൽ, 2 ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഇറ്റ്സ് മീ യുവർ മല്ലി യൂട്യൂബർ സൈനിങ് ഓഫ്.